രതനപുരിയിലെ രാജകുമാരി. നോവൽ രചന സൂര്യ വെണ്ണിയൂർ. ശബ്ദം ശ്രീലതമധു പയ്യന്നൂർ. അമ്മ പറഞ്ഞു, കാർത്തിനിക, നീ ഇപ്പോൾ ആരാണെന്ന കാര്യം നീ മറന്നിരിക്കുന്നു. നിന്റെ സ്ഥാനത്ത് നിന്ന് നീ ചെയ്യേണ്ട പല ചുമതലകളും നീ നിർവഹിച്ചിട്ടില്ല. കോരിച്ചൊരിയുന്ന മഴയിൽ നാടിൻ്റെയും ഇവിടെയുള്ള ജനങ്ങളുടെയും ഭാവി നിന്റെ കൈകളിലാണ്. അത് നീ മറന്നുപോയിരിക്കുന്നു. രോഗം ബാധിച്ചവരെ കാട്ടിലെ ചെറിയ മാടങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവരെ നേരിട്ട് കണ്ട് ആവശ്യമായ സഹായങ്ങൾ നീ അവർക്കായി നൽകണം. അതിനായി നീ ഇപ്പോൾ തന്നെ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടേണ്ടതുണ്ട്. കാർത്തിനിക. അമ്മേ, അത്. അമ്മ മഹാറാണി, ഒന്നും പറയണ്ട, ആവശ്യമില്ല. എത്രയും വേഗം ജനങ്ങൾക്കായി നീ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്റെ ആജ്ഞയാണ് പറഞ്ഞിട്ട് മഹാറാണി പടവുകൾ കയറി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കുമാരിയാകട്ടെ ഒരു ലഹരിയിലെന്ന പോലെ അദ്ദേഹത്തോടുള്ള പ്രണയത്തിനിടയിലും തന്റെ ഉത്തരവാദിത്വത്തിനിടയിലും കിടന്ന് വീർപ്പുമുട്ടി. മഴ വീണ്ടും ആർത്തിരച്ചുകൊണ്ട് പെയ്തുകൊണ്ടിരുന്നു. ഇടിമിന്നലുകൾ അട്ടഹസിച്ച് അകമ്പടി സേവിക്കുന്നുമുണ്ട്. കുമാരി പതിയെ കൽപ്പടവുകളിലേക്ക് കാലെടുത്തു വെച്ച് കയറാൻ തുടങ്ങി. ആരും കൊതിക്കുന്ന ആ മെയ് കുമാരിയെ വരച്ചു വച്ചതുപോലെ വസ്ത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് പ്രതിഫലിച്ചു. വെണ്ണയിൽ കടഞ്ഞ പോലുള്ള ശരീരത്തിൽ ആ മാറിടവും ഉദരവും ചുണ്ടും എല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത രീതിയിൽ ആകർഷണീയമായിരുന്നു. നനഞ്ഞുകുതിർന്ന ആ വസ്ത്രം പോലും ലജ്ജയിൽ തലതാഴ്ത്തി നിന്നു. പൂവിൽ നിന്നും തേനിട്ട് താഴെ പതിക്കുന്നു എന്ന പോലെ അതരങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ താഴോട്ട് വീണുകൊണ്ടിരുന്നു. മഴത്തുള്ളികൾ പോലും അവളെ വാരിപ്പുണർന്ന് ശരീരമാസകലം കുളിരുകൊണ്ട് മൂടി. കാർക്കൂന്തലുകളെല്ലാം പരസ്പരം ആലിംഗനം ചെയ്ത് കാറ്റിൽ ഇളകി മറിഞ്ഞു. അവളുടെ ഈറനായ വസ്ത്രം കൽപ്പടവുകളിലൂടെ ഇഴഞ്ഞു നീങ്ങി. അവൾ മുന്നോട്ട് നടന്നു. പാദസരത്തിന്റെ ശബ്ദം ആ കൊട്ടാരത്തിലെ ചുമരുകളെപ്പോലും കാതുകൾ കൂർപ്പിക്കുവാനും പ്രണയത്തിന്റെ കോട്ടകൾ തുറക്കാനും പ്രേരിപ്പിച്ചു. അവൾ ഈറനണിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവളുടെ മുറിയിലെത്തി. ആ വസ്ത്രങ്ങളെല്ലാം മാറ്റി ഒരു പട്ടുവസ്ത്രം കച്ചയായി ചുറ്റിക്കൊണ്ട് കുളിക്കുവാൻ വീണ്ടും കൽപ്പടവുകൾ ഇറങ്ങി. കുളിക്കുമ്പോഴും ചിന്ത ഒന്നു മാത്രമായിരുന്നു, കാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹവും ഒപ്പമുണ്ടാകുമല്ലോ. അതായിരുന്നു അവളുടെ ഏക സന്തോഷം. നീരാട്ട് കഴിഞ്ഞ് വളരെ വേഗം അവൾ കൽപ്പടവുകളിലൂടെ മുറിയിലെത്തി. തോഴിമാർ അവളെ അണിയിച്ചൊരുക്കി. വസ്ത്രങ്ങളും മടയാഭരണങ്ങളും സുഗന്ധപൂരിതമായ മുല്ലപ്പൂക്കളും ജോഡിച്ചു. ആ സമയം എന്താണെന്ന് അറിയില്ല, ഒരു രാജ്യം പിടിച്ചടക്കിയ സന്തോഷം തന്നെ അവളുടെ മുഖത്ത് മിന്നിത്തിളങ്ങി. യാത്ര കുതിരപ്പുറത്തായിരുന്നു. അവൾ അണിഞ്ഞൊരുങ്ങി കഴിയാറായപ്പോഴേക്കും പുറത്തുനിന്നും കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വരുന്നതായി കേട്ടു. അതെ, അത് അദ്ദേഹമാണ്. തന്നോടൊപ്പം വരുവാനായി അദ്ദേഹം വന്നിരിക്കുന്നു. അവൾ തോഴിമാരെ മാറ്റിക്കൊണ്ട് പതിയെ എണീറ്റ് കൊട്ടാരത്തിലെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. അദ്ദേഹം മാത്രമല്ല, മറ്റു 2-3 യോദ്ധാക്കളുമുണ്ട്. അവൾ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് വന്നു. അതരങ്ങളും കവിൾത്തടങ്ങളും എല്ലാം പതിവിനേക്കാളേറെ അവളെ പ്രണയമെന്ന വികാരം കൊണ്ട് ചുമന്നു തുടുപ്പിച്ചു.